സോ ഫസ്റ്റ് നമുക്ക് നോക്കാം റിലേറ്റീവ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ്. റിലേറ്റീവ് ആറ്റോമിക് മാസ് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ആറ്റോമിക് വെയിറ്റ്. സോ അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള മിക്ക എലമെന്റ്സിനും എല്ലാ എലമെന്റ്സിനും ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഒരു വെയിറ്റ് ഉള്ള പോലെ തന്നെ ആറ്റോമിക് വെയിറ്റും, അതായത് ആറ്റംസുകൾക്ക് അല്ലെങ്കിൽ മോളിക്യൂൾസുകൾക്ക് അവരുടേതായ വെയിറ്റ് ഉണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത്. സോ അവിടെ ജസ്റ്റ് പഠിക്കേണ്ട കാര്യം മാത്രം ഞാൻ പറയാം. ആറ്റം ബിഗിൻസ് എക്സ്ട്രീംലി സ്മോൾ. ആറ്റംസ് ആണ് എക്സ്ട്രീംലി സ്മോൾ, അതിനേക്കാളും കുറച്ചുകൂടി ബിഗർ ആണ് മോളിക്യൂൾസ്. അപ്പോൾ ആറ്റം ബീൻ എക്സ്ട്രീംലി സ്മോൾ cannot be seen or weighed directly. അവരെ നമുക്ക് കാണാനോ അവരെ നമുക്ക് വെയിറ്റ് എടുക്കാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല. ബട്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഫിസിക്സ് ഹാവ് enable us to know the absolute mass of nearly all kind of atom. അതായത് ഡയറക്റ്റ്ലി നമുക്ക് തന്നെ വെയിറ്റ് എടുക്കാനോ ഒന്നും സാധിക്കാത്ത, പക്ഷേ ഫിസിക്സിലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവരുടെ മാസും വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എടുത്തതാണ് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഫൗണ്ട് ടു ബി. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 1.6735 ഇൻറ്റു 10⁻⁻24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് വെൽ ദാറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 26.567 ഇൻറ്റു 10⁻24 ഗ്രാം. സോ ഇതെല്ലാം വളരെ ചെറിയ ടു സ്മോളർ വാല്യൂസുകളാണ്. As these masses are very too small, it is not convenient to use a kilogram or gram as a unit. അതായത് വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് നമുക്കൊരു ഗ്രാം യൂണിറ്റോ അല്ലെ കിലോഗ്രാം യൂണിറ്റോ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. It has therefore has been considered appropriate to use the mass of one standard atom as a unit and then related mass of other atom to it. അതായത് അപ്പം സയൻസിസ്റ്റ് ലോകം എല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് ഒരെണ്ണത്തിൻ്റെ മാസിനെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് അത് വെച്ച് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും എക്സാം ഒക്കെ നടത്തി കഴിയുമ്പോൾ അതിൽ ഔട്ട് ഓഫ് 40 ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും കിട്ടുന്ന എബോവ് 30 ആയിരിക്കും. ആ എബോവ് 30-ലെ ടോപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? ആക്ച്വലി ടോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് 40 ഔട്ട് ഓഫ് 40 കിട്ടുന്നവരെയാണ്. പക്ഷേ ടോപ്പർ കിട്ടുന്ന ഏതാണ്? കുട്ടികളുടെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന. ഇപ്പൊ 36 ആണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് 2 പേർക്ക് എന്താണ് 36 മാർക്ക് കിട്ടിയത്. അപ്പൊ ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ആക്കി എടുത്തു. ഇത് വെച്ച് കമ്പയർ ചെയ്യും ബാക്കിയുള്ള കുട്ടികളുടെ മാർക്ക്, അവർക്ക് കുറവാണോ കൂടുതലാണോ കിട്ടിയത്. അതുപോലെ തന്നെ ഈ മോളിക്യൂൾസിന്റെ ഒക്കെ വെയിറ്റ് നോക്കുമ്പോൾ, ആറ്റോമിന്റെ വെയിറ്റ് നോക്കി കഴിയുമ്പോൾ അവരൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തീരുമാനിക്കാന്ന് വെച്ചാൽ അത് വെച്ച് ബാക്കിയുള്ള റിലേറ്റ് ചെയ്യാൻ പോകും. സോ ദ റിസൾട്ടിംഗ് മാസ് ഓഫ് ആറ്റം ആർ ദസ് റിലേറ്റീവ് ആറ്റോമിക് മാസ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ റിലേറ്റീവ് ആറ്റോമിക്, അതായത് ഒന്നൊന്നിനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആറ്റോമിക് മാസ് കണ്ടുപിടിക്കും. അതിനെ ഷോർട്ടായിട്ട് നമുക്ക് RAM എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇതാണ് ഡെഫിനിഷൻ. മനസ്സിലായോ? സോ ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ അപ്പോൾ സയന്റിസ്റ്റുകൾ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിനെയാണ്, അത് ലൈറ്റർ എലമെന്റ് ആയതുകൊണ്ട് അതിനെ എടുത്തിട്ട് അത് വെച്ച് ബാക്കിയുള്ള ആറ്റത്തിന്റെ ആറ്റോമിക് വെയിറ്റും കാര്യങ്ങളും മെഷർ ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇൻ 1961, അതായത് 1960 വരെ അത് ഫോളോ ചെയ്തു. 61-ൽ എത്തിക്കഴിയുമ്പം ഹൈഡ്രജന് പകരം അവരെടുത്തത് കാർബൺ 12 ആണ്. കാർബൺ 12 ഓർത്തിരുന്നോണം. കാർബൺ 12 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്ത് അവർ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. കാർബൺ 12 എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം. അത് അപ് ടു നൗ ഇറ്റ് ഈസ് ഫോളോയിങ് was finally selected because its adoption least affected the value of atomic mass of various element on the old standard. അതായത് ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു പരിധിയുണ്ട് എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ. ആ ഹൈഡ്രജൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒത്തിരി ഡീമെറിറ്റ്സും കാര്യങ്ങളും സയന്റിസ്റ്റിനെ ഫേസ് ചെയ്യാൻ വന്നു. സോ അവർ വേറൊരെണ്ണം പുതിയ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തതും അധികം ഡീമെറിറ്റ്സുകൾ ഇല്ലാത്തതും കാർബൺ 12-നായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ലീസ്റ്റ് ആയിട്ടുള്ള ഡീമെറിറ്റ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആറ്റോമിക് മാസ് ഓഫ് വേരിയസ് എലമെന്റ് ഇവർക്ക് കാർബൺ 12 വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് അവർ പ്രൂവ് ചെയ്തു. സോ ആ ബോക്സിൽ കിടക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റീവ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡെഫിനിഷൻ എഴുതേണ്ടത് കേട്ടോ, റിലേറ്റീവ് ആറ്റോമിക് മാസിനെ കുറിച്ച്. of element is the number of times one atom of the element is heavier than 1/12th time. 1/12 ആ 1/12 എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എക്സാമിന് MCQ ചോദിച്ചപ്പോൾ 12th എന്നൊക്കെ പറഞ്ഞു വരും, അല്ലെങ്കിൽ 12/12
6 എന്നൊക്കെ പറഞ്ഞ പല റേഷ്യോസ് വരും. അത് എത്രയാണ്? 1/12 ടൈം ഓഫ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12. അതായത് കാർബൺ 12നെ 1/12 പോർഷൻ വെച്ചാണ് നമ്മൾ ലൈക്ക് ഹെവിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കുക. ദെൻ ആ ഇക്വേഷൻ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്ന മാസ് ഓഫ് 1 ആറ്റം ഓഫ് ദ എലമെന്റ്, അതിൽ എലമെന്റിൽ ഒരു ആറ്റത്തിന്റെ മാസ് ഡിവൈഡ് ബൈ 1/12 മാസ് ഓഫ് കാർബൺ C12 ആറ്റം 1/12 വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താ നോക്കണ്ടേ? അപ്പൊ എന്താ നമുക്ക് നെക്സ്റ്റ് atomic mass is expressed in atomic mass unit, that is atomic mass എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? AMU. ഓർത്തോണം, AMU. അതായത് എന്താണ്? ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. AMU ഉണ്ട്, ഇത് M ആണ്. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ്. അപ്പം ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം. അതായത് ഡിഫൈൻ AMU എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നതാണ് ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/12 ദ മാസ് ഓഫ് കാർബൺ C12 എന്ന് ഉദ്ദേശിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രാക്ഷണൽ ആറ്റോമിക് മാസ്. അതായത് ഇതിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫ്രാക്ഷണൽ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആറ്റോമിക് മാസ് നോട്ട് ദ ഹോൾ നമ്പർ. ലൈക്ക് അതായത് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹോൾ നമ്പർ അല്ല, നോട്ട് ദ ഹോൾ നമ്പർ ലൈക്ക് 35.5 അങ്ങനെയൊന്നും അല്ല. ദെൻ എന്തുകൊണ്ടാണ് അല്ലാത്തതെന്ന് വെച്ചാൽ ബിക്കോസ് മോസ്റ്റ് എലമെന്റ് എക്സൈറ്റഡ് ആസ് എ മിക്സ്ചർ ഓഫ് ഐസോട്ടോപ്പ്. എന്താണ് ഐസോട്ടോപ്സ്? ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? അവര് സെയിം എലമെന്റ് ആയിരിക്കണം, ദെൻ സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കണം, ദെൻ ഡിഫറെന്റ് മാസ് നമ്പർ. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐസോട്ടോപ്സ്. അതായത് ഹൈഡ്രജൻ അവരുടെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, എലമെന്റ് സെയിം ആണ്, പക്ഷെ അവർക്ക് ഡിഫറെന്റ് ഐസോട്ടോപ്സുകളുണ്ട്. ഡ്യൂട്ടീരിയം, പ്രോട്ടീരിയം എന്നൊക്കെ പറയുന്നത്, ട്രീഷ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിലുള്ള മിക്ക ലൈക്ക് 99.9% ആയിട്ടുള്ള എലമെന്റുകളും അവർക്കൊരു മിക്സ്ചർ ഓഫ് ഐസോട്ടോപ്സുകളുണ്ട്. അപ്പൊ ഈ മിക്സ്ചർ ഓഫ് ഐസോട്ടോപ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു ഹോൾ നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ഹൈഡ്രജൻ ഉണ്ട്, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ക്ലോറിന് Cl35 ഉണ്ട്, അതുപോലെ Cl എത്രയാണ് 37 ഉണ്ട് ഐസോട്ടോപ്സുകൾ. അപ്പൊ ഹൗ വി ഗെറ്റ് ദ ഫ്രാക്ഷണൽ മാസ്? അപ്പൊ ഇവരുടെ ഫ്രാക്ഷണൽ മാസ് നമുക്ക് എങ്ങനെ കിട്ടും? വി ക്യാൻ ടേക്ക് ദ വെയ്റ്റഡ് ആവറേജ്. അപ്പൊ ഇവരുടെ ആവറേജ് വെയിറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എന്താണ് ഫ്രാക്ഷണൽ മാസ് നമുക്ക് കിട്ടും. ഹൗ വി ഗെറ്റ് ദ ഫ്രാക്ഷണൽ മാസ്? നമുക്ക് ഇവരുടെ ഫ്രാക്ഷണൽ മാസ് എങ്ങനെ കിട്ടും? ജസ്റ്റ് take the average. Just take weighted average. അവരുടെ ആവറേജിന്റെ വെയിറ്റ് എടുക്കുക. ഇതാണ് സംഭവം. അപ്പൊ എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞു ക്ലോറിൻ ഐസോട്ടോപ്സ് ആദ്യം 35 ഉണ്ടായിരുന്നു, ആൻഡ് ക്ലോറിൻ എത്രയുണ്ട്? 37 ഉണ്ട്. ദീസ് ആർ ദ 2 isotopes of chlorine. സോ ഈ Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 100% എടുത്തു കഴിഞ്ഞാൽ തന്നെ 100% എടുത്തു കഴിഞ്ഞാൽ അതില് 3/4 അതായത് എത്രയാണ് 35% എത്രയാണ് നമ്മുടെ ലോകത്തില് Cl35 ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് 100% എടുത്തു കഴിഞ്ഞാൽ അതില് വളരെ ചുരുക്കമായ 25% ഇത് ഇരിക്കത്തുള്ളൂ. സോ നമുക്ക് ഈ 35-25 എന്നുള്ള 75:25 എന്നുള്ള ആ ഒരു പെർസെൻറ്റേജിനെ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 3:1 വരും. അതായത് 25 + 25 50, 50 + 25 എന്ന് 75, 75 + 25 എന്ന് 100 വരും. അപ്പൊ അതിന്റെ അകത്തെ 3 പാർട്ടാണ് എന്ത് 75, ദെൻ 1 പാർട്ടാണ് 25 എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ആവുമ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ആവറേജ് മാസ് ഈക്വൽ ടു 35 എത്ര ശതമാനം ഉള്ളത്? 75. അതായത് 3 പാർട്ട് അല്ലെ, 3 പാർട്ട് പ്ലസ് 37 ഇൻറ്റു 1 പാർട്ട് ഡിവൈഡഡ് ബൈ 3 + 1.
സോ ഇപ്പൊ നമ്മൾ 35 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ആണ്. 105 പ്ലസ് 37 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 35.5 ആണ് നമുക്ക് കിട്ടും. 35.5 ആണ് ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് മനസ്സിലായോ? അപ്പം മാസ് ഓഫ് അയോൺ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് ആറ്റം ആണ്. സോ ബിക്കോസ് ഇലക്ട്രോൺ മാസ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. അപ്പം സോറി, ഇതുപോലെ വേറെണ്ണം പറയാം. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആറ്റോമിക് മാസ് ഓഫ് എലമെന്റ് എക്സ്. എക്സ് എന്ന് പറയുന്നവരുടെ എടുക്കുക. ഐസോടോപ്സ് എത്രയാണ്? ഐസോടോപ്സ് എന്ന് പറയുന്നത് 20 and it is a 2 part. Then 22 it is of 3 part. അല്ലെങ്കിൽ ഇങ്ങനെ 2:3. ആദ്യത്തെ വാല്യൂ വരുന്നത് ആദ്യത്തേന് പോവും, സെക്കൻഡ് പോവും. അപ്പൊ ഇത് എങ്ങനെ വരും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് മാസ് ഈക്വൽ ടു 20 into 2 plus 22 into 3 divided by 2 plus 3 which is equal to 40 plus 66 divided by 5 which is equal to 106 divided by 5 which is equal to 21.2. 21.2 ആണ് അപ്പം അവിടുത്തെ AMU വാല്യൂ, അല്ലെങ്കിൽ എന്താണ് ദാറ്റ്, എന്താ പറയുക, നമ്മുടെ വാല്യൂ ഇതിൻ്റെ.